ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്ന് നോമ്പിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു 2 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ടയും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാനുള്ള വെള്ളം ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി പോവണ്ട. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് അളവിൽ വെള്ളം കുറച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കുന്നത് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റിൻ്റെ പീസ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ തേച്ച് പിടിപ്പിക്കുക. ഇനി 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മസാല പുരട്ടിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു 2 സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട. ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളകും ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആ മാവ് മുഴുവനായിട്ട് തന്നെ ഞാൻ വലിയ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ബോൾസ് ആക്കിയിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഇത് ഒരുമിച്ച് തന്നെ ഒറ്റ ഷീറ്റാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇല്ലെങ്കിൽ ചെറിയ അടപ്പോ അതല്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ പാത്രമോ ഏതെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കി വരുന്ന മാവ് ഇതേപോലെ മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പകുതി പത്തിരിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ട. പകുതി പത്തിരി എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ബാക്കി വരുന്നത് ഇതിന് മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതേപോലെ സൈഡ് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം വേണം ഇത് ചുരുട്ടിയെടുക്കാനായിട്ട്. ഇനി ഇതേപോലെ ചുരുട്ടിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കി വരുന്ന മാവ് വീണ്ടും ഞാൻ പരത്തിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കും വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കി എക്സസ് വരുന്ന മാവിൽ നിന്നും വീണ്ടും പരത്തിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 കപ്പ് മൈദയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഇറച്ചിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ റമദാനിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ റമദാനിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.